മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെ കണ്ട് കണ്ണൻ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയോ മോഹിനിയോ പ്രതാപൻ്റെ അമ്മയോ ആരും അറിയണില്ല ഈ കണ്ണൻ പ്രതാപനെ കണ്ട വിവരം. പിന്നീട് യാത്രയിലാണെങ്കിൽ കണ്ണൻ ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതേസമയം അനന്തവും ലേഹയാണെങ്കിൽ ഭയങ്കര ടെൻഷനിൽ തന്നെയാണ്. ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ആ പ്രതാപൻ കണ്ണനോട് സത്യങ്ങൾ പറഞ്ഞോ എന്നുള്ള ആ ഒരു പേടി തന്നെ ഇരിക്കുമ്പം ഈ കണ്ണൻ്റെ കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിച്ചേക്കണേന്നും പറഞ്ഞ് അനന്തവും ലേഖയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മഹാലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയം കണ്ണനാണെങ്കിൽ ഭയങ്കര ഗൗരവത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത്. ഇത് കാണുമ്പോൾ ഇവർക്ക് പന്തിയല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും അടുത്തേക്ക് വന്നതും എന്താ ഇടാ പോയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, അയാൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം അതിന് ഞാൻ അയാളെ കണ്ടില്ലല്ലോ എന്നാണ് അനന്തൂനോടും ലേഖയോടും ഈ കണ്ണൻ പറയണത്. അത് കേട്ടതും അനന്തൂനും ലേഖയ്ക്കും സ്വാഭാവികമായിട്ടും ഭയങ്കര ആശ്വാസമാവുന്നുണ്ട്. പിന്നീട് എന്നാൽ അകത്തേക്ക് കയറാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അകത്ത് ചെന്നിരുന്നതും കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ അയാളെ കാണണമെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ എനിക്ക് അയാളെ കാണാൻ പറ്റിയില്ല. എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ അയാളാണോ എൻ്റെ അച്ഛനെ കൊന്നതെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന്. അന്നേരം ഈ അനന്ത് പറയുന്നുണ്ട്, ഇല്ലടാ അയാളൊന്നും ആയിരിക്കില്ല, അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല എന്ന് പറയുമ്പം ലേഹ്യമൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിലും അന്നേരം പറയണത് ഇല്ല കണ്ണേട്ടാ അങ്ങനെയൊന്നുമില്ല, ഇപ്പം സമനില തെറ്റിയതുകൊണ്ട് പറയണതെന്ന് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവനാണെങ്കിൽ ഈ കണ്ണൻ പോയിട്ട് പ്രതാപൻ സത്യങ്ങൾ പറഞ്ഞു എന്നുള്ള പേടി തന്നെ നിൽക്കുന്ന സമയത്ത് കർണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കർണൻ വന്നതും വാമദേവനോട് പറയുന്നുണ്ട്, അമ്മാവൻ പേടിക്കൊന്നും വേണ്ട, നമ്മൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല, കണ്ണേട്ടനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് പോയി, അപ്പം നിൻ്റെ അച്ഛനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, മുത്തശ്ശി ഐഡിയപരമായിട്ട് അച്ഛനെ റൂമിലിട്ട് പൂട്ടി, അതുകൊണ്ട് കണ്ണേട്ടന് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഇപ്പോൾ പ്രശ്നമില്ലെങ്കിലും എന്തായാലും കണ്ണൻ സത്യങ്ങൾ അറിയും, കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ വീട്ടിലൊന്ന് കാല് കുത്താൻ പോലും പറ്റില്ല, ദുർഗയും ഉണ്ണിയും വരെ എന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കും, ആ ഒരു അവസ്ഥയിലെത്തുമെന്ന് പറയുമ്പം അരുണ പറയുന്നുണ്ട്, എന്നാലും അമ്മാവൻ ഇതുപോലൊരു കൊലച്ചതി ചെയ്ത് എന്തിനാന്ന് ചോദിക്കുമ്പം അതിപ്പോൾ സംഭവിച്ചു പോയില്ലേ, എന്തായാലും മോളുടെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പ്രാന്താശുപത്രി കൊണ്ടു ആക്കണം എന്ന് പറയുമ്പോൾ കാരണം പറയുന്നുണ്ട്, നിങ്ങൾക്കിങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ എങ്ങനെ സാധിക്കണോ, നിങ്ങൾ കാരണമല്ലേ ഇതെല്ലാം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അതിന് അവൻ എനിക്ക് ഫ്രീ ആയിട്ടൊന്നും അല്ല ചെയ്തു തന്നത്, എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് തന്നെയാണ്. അന്ന് അവനക്ക് വലിയ സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നോട് നല്ലോണം പൈസ വാങ്ങിയിട്ട് അവൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത്, അല്ലാതെ എനിക്ക് നന്മ വരാൻ വേണ്ടിയിട്ടൊന്നും അവൻ ചെയ്തതല്ല. ഈ സമയത്ത് നമ്മളുടെ ഉണ്ണിയും ദുർഗയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, ദേ ഉണ്ണിയും ദുർഗയും വരുന്നുണ്ടെന്ന്. അങ്ങനെ ഈ കരുണയും വാമദേവനും കൂടി അകത്തേക്ക് കയറി വരുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇന്നിവിടെ എന്തൊക്കെയാണ് നടന്നത്, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇതൊന്നും തടയാൻ അമ്മാവനെ കൊണ്ട് സാധിക്കൂലേ, ആ മേഘേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെന്ന് പറയുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കണ്ടടാ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയുമ്പം പിന്നെ ഇവളുടെ അച്ഛൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞു, അതാ എനിക്ക് മനസ്സിലാവാത്തത്, അയാളെ എന്തിനാണ് എല്ലാവരും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുപോയത്, ഇവളുടെ അച്ഛൻ പറയണത് എൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെയാണല്ലോ, ഇനിയിപ്പോൾ ഇവളുടെ അച്ഛനെങ്ങാനുമാണോ എൻ്റെ അച്ഛനെ കൊന്നത്, ഞാനത് പല പ്രാവശ്യം ഇവളോട് ചോദിച്ചു, അപ്പോൾ ഇവള് മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, പ്രതാപൻ അങ്ങനെ പലതും പറയുന്നുണ്ട്, വിശ്വനാഥനെക്കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ തന്നെയാണ് പറയണത്, വിശ്വനാഥന് പണ്ട് അവിഹിതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഏതോ ഒരു തുളസിയോ മുല്ലയൊക്കെ ആയിട്ട് അവിഹിതം എന്നാണ് പറഞ്ഞ്, അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പം ഈ ദുർഗ പറയുന്നുണ്ട്, ഇല്ല ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പം കരുണയും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഉണ്ണിയേട്ടാ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറയുമ്പം ചിലപ്പം നിൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷെ ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയുമ്പം ദുർഗയും പറയുന്നുണ്ട്, അതെ വിശ്വട്ടനെ അങ്ങനെ വേണ്ടാത്ത രീതിയിൽ ജീവിച്ച ഒരാളൊന്നും അല്ല എന്ന് പറയുമ്പം അതേ ദുർഗേ, ഇതിനു മുമ്പ് ഞാൻ അതൊക്കെ കേട്ടിട്ടുണ്ട്, വിശ്വനാഥന് കുറച്ച് ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം എന്നിട്ട് അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണോ നിങ്ങൾ എന്നെ വിശ്വട്ടൻ്റെ ജീവിതത്തിലേക്ക് വിട്ടേന്ന് ചോദിക്കുമ്പം അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ദുർഗയെ ഞാൻ അറിഞ്ഞത്, പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, ആളും മരിച്ചു എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ നീ അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ അനന്തൂനെയൊക്കെ തന്നെയാണ്. കണ്ണനാണെങ്കിൽ അനന്തൂനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് അയാൾ വന്ന് എന്തൊക്കെയോ പറയാൻ തുടങ്ങി, അപ്പം നിങ്ങൾ എന്തിനാ അയാളുടെ വാ പൊത്തി കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അയാൾ നിൻ്റെ അച്ഛനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് കേട്ടിരിക്കാൻ പറ്റുമോ, അതുകൊണ്ടാണ് ഞങ്ങൾ അയാളെ പിടിച്ചു വലിച്ച് പുറകുവശത്ത് കൊണ്ടുപോയി നല്ല ഇടി കൊടുത്തതെന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അയാളെ തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും സാഗറും ചേർന്ന് നല്ലോണം തന്നെ അയാളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പിന്നീടല്ലേ നിൻ്റെ അമ്മാവൻ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടേ, എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കണേ എന്തിനാ, നിൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടന്നില്ലേ എന്ന് ചോദിക്കുമ്പം എന്നാലും അയാളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയമുണ്ട്, എൻ്റെ അച്ഛൻ്റെ മരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻറ്റ്
പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. അതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നീ ഇനി അതൊന്നും ആലോചിക്കേണ്ട കണ്ണാന്ന് അനന്ത് പറയുന്ന സമയത്ത്, എന്നാലും എനിക്കത് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ മഹാലക്ഷ്മി ആണെങ്കിൽ വിഷമത്തോടുകൂടി ഇങ്ങനെ ലേഖനെ നോക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എന്തായാലും പോകുകയെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനെ എഴുന്നേറ്റിട്ട് മഹാലക്ഷ്മിയോടാണെങ്കിൽ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചോളണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ലേഖ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കണ്ണേട്ടന് മഹി അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം എന്തായാലും വേണ്ട, ഇപ്പോൾ ഇയാളാകെ ക്ഷീണത്തിലല്ലേ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തനിക്കിപ്പോൾ അങ്ങോട്ട് വരാം, സത്യങ്ങളെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഫുൾ ടൈമും അവിടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല. നേരത്തെ തന്നെ നമ്മളൊരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 കൂട്ടർക്കും ഒരു വീടെടുത്ത് താഴത്തെ നിലയിലും മേലത്തെ നിലയിലും താമസിക്കാമെന്ന്. നേരം കണ്ണൻ പറയുന്നുണ്ട്, അതിന് കമലേശ്വരത്തും ഉണ്ടല്ലോ ഇഷ്ടംപോലെ മുറികളും സൗകര്യങ്ങളും, നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാൻ പാടില്ലേ, എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ പോകുന്നുണ്ട്. കണ്ണൻ പോയി കഴിഞ്ഞതും ലേഖ പറയുന്നുണ്ട്, എന്തായാലും സമാധാനമായി, ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല ലേഖ, എന്തൊക്കെയോ സംശയങ്ങൾ കണ്ണേട്ടനുണ്ട്, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ണേട്ടനിൽ നിന്ന് മറച്ചു വയ്ക്കുക എന്നുള്ള ഉറപ്പ് കണ്ണേട്ടന് കിട്ടിയിട്ടുണ്ട്. ആ നേരം ലേഖ പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടന് ബുദ്ധിയുള്ള ആളല്ലേ, ഏകദേശം നമ്മളെക്കാളും കൂടുതൽ ബുദ്ധിയും വിവരവും ഉണ്ട്, അതുകൊണ്ട് കണ്ണേട്ടൻ എന്തായാലും ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പം ഈ അനന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അയാളെയും കൊണ്ടുള്ള ശല്യം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അയാളെ പിടിച്ചു കെട്ടി ആസ്പത്രിയിൽ കൊണ്ടുവന്നാക്കും, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന്. ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചെന്നതും കാറിൽ ഫോൺ തപ്പണ പോലെ കാണിച്ചിട്ട് സുമേഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുമേഷ് ഏട്ടാ ഞാൻ ഫോൺ എടുത്തില്ല, ഫോൺ അവിടെ വച്ച് മറന്നു എന്ന് തോന്നുന്നു, സുമേഷ് ഏട്ടനൊന്ന് വണ്ടി തിരിച്ചേ, നമുക്ക് പോയി ഫോൺ എടുത്തുകൊണ്ടിരാന്ന്. അങ്ങനെ ഈ മഹാലക്ഷ്മിയും എല്ലാവരും കണ്ണനെക്കുറിച്ച് തന്നെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് കണ്ണൻ തിരികെ വരുന്നത്. തിരികെ വരുന്ന കണ്ണനെ കണ്ടതും ഇവർക്ക് വീണ്ടും പേടിയാവുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണൻ എന്തെങ്കിലും സംശയത്തിൽ തിരിച്ചു തന്നെയാണോ എന്ന് ഓർത്താൽ. അങ്ങനെ ഇവർ ഭയത്തോടു കൂടി നിൽക്കുമ്പം കണ്ണനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് രൂക്ഷമായി തന്നെയാണ് ഇവരെ നോക്കണത്. ആ നോട്ടം കാണുമ്പോൾ ഇവർക്ക് ഒന്നും കൂടി പേടിയാവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണൻ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിയിട്ട് വരുന്ന സമയത്ത് അനന്തുവാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ചോദിക്കും, എന്താടാ കണ്ണാ നീ തിരിച്ചു വന്നേന്ന് ചോദിക്കുമ്പം, അത് വേറൊന്നുമല്ല, എൻ്റെ ഫോൺ എവിടെയോ വെച്ച് ഞാൻ മറന്നുപോയി, അത് നോക്കാൻ വന്നതാണ്, വണ്ടിയിലൊക്കെ നോക്കി വണ്ടിയിലൊന്നും ഇല്ല എന്ന് പറയണ. നേരം അനന്ത് പറയുന്നുണ്ട്, എന്നാൽ അകത്ത് കാണും, നീ എന്തായാലും അകത്തേക്ക് കയറുവാന്നും പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ കണ്ണനാണെങ്കിൽ ഇരുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഫോൺ നോക്കുന്നുണ്ട്. അന്നേരം അവിടെയൊന്നും ഫോൺ ഇരിക്കണില്ല. അപ്പുറത്തൊരു ടേബിളിൻ്റെ പുറത്തായിട്ട് ഒരു ഫ്ലവർ വേസിൻ്റെ മറയിലാണ് ഈ ഫോൺ ഇരിക്കണത്. പക്ഷേ ആ ഫോണാണെങ്കിൽ കണ്ണൻ കാണുന്നുണ്ട്. ശരിക്കും കണ്ണൻ ആ ഫോൺ മനഃപൂർവ്വം തന്നെ അവിടെ വെച്ചിട്ട് പോയതാണ്, അതിലെന്തൊക്കെയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പോയതാന്ന് കണ്ണൻ്റെ ഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം കണ്ണൻ ഫോൺ കണ്ടെങ്കിലും അനന്തുവിൻ്റെ നേരെ ഒരു കള്ളനോട്ടം നോക്കിയിട്ട് വേഗം തന്നെ ഫോൺ ഫ്ലവർ വേസിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട്, ആ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നില്ല, ആ ഫോൺ കിട്ടിയെന്നും പറഞ്ഞ് പോകാനൊരുങ്ങുന്ന സമയത്ത്, നീ പോകാനോടാ, വേണമെങ്കിൽ ഇന്ന് ഇവിടെ താമസിക്കാമെന്നൊക്കെ അനന്ത് പറയുമ്പം, ഇല്ല എനിക്ക് പോകണം, എന്തായാലും ഞാൻ പോയതിന് ശേഷം ഇയാൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു കാണും, അതായിരിക്കും ഞാൻ വീണ്ടും തിരിച്ചു വന്നതെന്നൊക്കെ പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞതും ഈ മഹാലക്ഷ്മിയും ലേഖയും ഈ സംശയത്തിൽ തന്നെയാണ് നിൽക്കണത്. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടൻ അങ്ങനെ ഫോണൊന്നും മറന്നു വയ്ക്കണ കൂട്ടത്തിലല്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, കണ്ണൻ്റെ മനസ്സിപ്പോൾ ആകെ കൈവിട്ട അവസ്ഥയിലാണ്, അവനക്ക് മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ട്, അത് അവൻ ഫോൺ മറന്നു വെച്ചത്, ഇനിയിപ്പോൾ അതെല്ലാം ആകെ പ്രശ്നമായല്ലോ, അതിനെല്ലാം കാരണക്കാരൻ ഈ മഹിയുടെ രണ്ടാനച്ഛനാണ്. അതുമാത്രമല്ല ഇപ്പോൾ അമ്മാവനോട് ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറയേണ്ടിയും വന്നു, അയാൾ ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്നു എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അതും പ്രശ്നമാണല്ലോ, അയാൾ ഇനിയിപ്പോൾ അതും പറഞ്ഞ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല, അയാളിപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നാലും നമ്മളത് അംഗീകരിച്ച് കൊടുക്കുകയൊന്നുമില്ല, മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ആസ്പത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് പഴയ ആളാക്കണം, ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാവും, പിന്നെ ഒരു രക്ഷയില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കണ്ണനെ മാറ്റി നിർത്തി എല്ലാ സത്യങ്ങളും കണ്ണനോട് തുറന്നു പറയും, പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആകെ ഭയന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവരെല്ലാവരും സത്യങ്ങൾ മറച്ചു വയ്ക്കുകയാണെങ്കിലും കണ്ണനാണെങ്കിൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഇവർക്കാണെങ്കിൽ അറിയുമില്ല. അതുമാത്രമല്ല കണ്ണനാണെങ്കിൽ ആ ഫോൺ അവിടെ വെച്ചിരുന്നത് ശരിക്കും ഇവർ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് കണ്ണൻ്റെ ഉദ്ദേശം പോലെ തന്നെ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. അത് കേട്ട് കഴിയുമ്പം കണ്ണനും മഹാലക്ഷ്മിയിലും അനന്തൂലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്.
ഇനി വരുന്ന എപ്പിസോഡുകളിൽ അങ്ങനെയുള്ള രംഗങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.